നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയുടെ നെഞ്ചത്ത് റീത്ത് വെച്ച് മലയാളികൾ. മലയാള സിനിമയിൽ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്മാരുടെയൊക്കെ തനി നിറം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ലോ കോളേജിലെ വിദ്യാർത്ഥികൾ. റീത്ത് അമ്മ ജീവനക്കാർ പിന്നീട് എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. നിരവധി പേരാണ് സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞു മലയാള സിനിമ നിൽക്കുമ്പോഴാണ് റീത്ത് വെച്ച് മലയാളികൾ തിരിച്ചു പ്രതികരിച്ചിരിക്കുന്നത്. അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയായിരുന്നു റീത്ത് വെച്ചത്. ഇത് മാത്രമല്ല, നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്ക് ഫോണിലൂടെ ഇപ്പോൾ ഭീഷണി വന്നിരിക്കുകയാണ്. WCCക്കൊപ്പം നിന്ന് നടന്മാർക്കെതിരെ സംസാരിക്കരുത് എന്നാണ് താക്കീത്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഇനി നടന്മാർക്കെതിരെ പറഞ്ഞാൽ കുനിച്ചു നിർത്തി അടിക്കും എന്നാണ് ഫോൺ കോളിലൂടെ പറഞ്ഞതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. തമാശയായിട്ടാണ് തോന്നുന്നത്. സൗമ്യതയോടെ വിളിച്ചിട്ട് ഭാഗ്യലക്ഷ്മിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. താൻ പ്രതികരിച്ചതോടെ കോള് കട്ട് ചെയ്തുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് നേരെ വന്നിരിക്കുന്ന ഈ വെല്ലുവിളി നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. കാരണം ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നടന്മാരിൽ പലരും ഇപ്പോൾ സംശയ നിഴലിൽ നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ WCC ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയാണ്. അതായത് സ്ത്രീകൾ ഉൾപ്പെട്ട നടിമാരുൾപ്പെട്ട സംഘടനയാണ് WCC. അവരിൽ നിന്ന് നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് നേരെ ഇത്തരത്തിലൊരു ഭീഷണി വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാകില്ല എന്ന് വലിയ ആത്മവിശ്വാസം പറഞ്ഞ നടന്മാരെ ഒന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല. മുകേഷൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു ആവശ്യം ഇപ്പോൾ അമ്മയിൽ ശക്തമായി ഉയർന്നിരിക്കുന്നത് പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന് ഒരു വിഭാഗം വലിയ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. WCC അംഗങ്ങളുമായി ചർച്ച നടത്താനും നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടാതെ ജനറൽ ബോഡി യോഗം ഉടൻ കൂടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമ്മ സംഘടനയിൽ നിന്നും ജഗദീഷാണ് ശക്തമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യം രംഗത്ത് വന്നത്. താരരാജാക്കന്മാരൊക്കെ, അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ മൗനം പാലിച്ചെടുത്ത് ജഗദീഷാണ് തന്റെ നിലപാടുകൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശക്തനായ ഒരു ആളാണ് അമ്മയുടെ തലപ്പത്ത് വരേണ്ടത് എന്ന ആവശ്യം സ്ത്രീകൾ ഉൾപ്പെടെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിഷയത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഏത് മേഖലയിലാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം, വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവരികയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും വേണമെന്ന നിലപാടാണ് ജഗദീഷ് എടുത്തത്. ഇതെല്ലാം കൊണ്ട് തന്നെ പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ ബാബുരാജിനെ താൽക്കാലികമായി നിയമിച്ചിരുന്നു. ബാബുരാജ് അധികാരമേറ്റെടുത്ത ഉടനെ പറഞ്ഞത് അമ്മ അങ്ങനെ അനാഥമായി എന്ന് ആരും കരുതണ്ട എന്നൊക്കെയാണ്. ഇതും പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. ഉടൻ തന്നെ ബാബുരാജിന്റെ പീഡന വീരകഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാബുരാജും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. നടന്മാരെല്ലാവരും വലിയ രീതിയിൽ ട്രാപ്പിലായിരിക്കുകയാണെന്നല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പണി മേടിച്ചു കൂട്ടി നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഏതായാലും ജയസൂര്യ വരെയുള്ളവരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇനി ആരുടെയൊക്കെ പേരുകൾ പുറത്തു വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ജഗദീഷ് തലപ്പത്തേക്ക് വരണമെന്നാണ്. കാരണം ജഗദീഷ് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയിൽ വലിയ രീതിയിലുള്ള ഒരു ശുദ്ധി കലശം ഉണ്ടാകും എന്ന് സ്ത്രീകൾ കരുതുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ ജഗദീഷ് ശക്തമായ രീതിയിൽ പ്രതികരിക്കും. ഇതിനു മുൻപും ജഗദീഷ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ജഗദീഷിനെ ഒതുക്കി നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജഗദീഷ് തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതോടെ തന്നെ ജഗദീഷിനും നഷ്ടപ്പെടാൻ പലതും ഉണ്ടാകും. എങ്കിലും ജഗദീഷ് തന്നെ തലപ്പത്തേക്ക് വരണമെന്നാണ് നടിമാരുടെ ആവശ്യം. അതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. മോഹൻലാലിനൊക്കെ മടുത്തു കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ തലപ്പത്തിരുന്ന്. കാരണം എല്ലാവരും കണക്ക് തന്നെയാണ് എന്നുള്ളത് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ ഈ സംഭവം വന്നതിന് പിന്നാലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മാളത്തിൽ ഒളിച്ചതാണ്. മാളത്തിൽ ഒളിച്ചവർക്കൊക്കെ എന്തായാലും പുറത്തേക്ക് വരേണ്ടി വരും, നിലപാടും പറയേണ്ടി വരും. നിലപാടില്ല എന്നാലും പ്രതികരിക്കേണ്ടി വരുമല്ലോ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.